ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ ഓവറോൾ എനർജി നമുക്ക് കിട്ടിയത് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നല്ല ദേഷ്യത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ വിളിക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കാം നിങ്ങളുള്ളത്. ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ആദ്യം ഇതൊരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ നിങ്ങളെ വിളിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ആൾക്ക് അതിനുള്ള നമുക്ക് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വിളിക്കാത്തതിൻ്റെ ഫീലൊന്നും ഈ വ്യക്തിക്ക് ഇല്ലെന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു 10 ദിവസം നിങ്ങളെ വിളിക്കാതിരുന്നാൽ എന്തുമാത്രം ഫീൽ ഉണ്ടാവും അല്ലേ? ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളെ രണ്ടുപേരും ഒരുപോലെ സന്തോഷത്തോടെ നിങ്ങൾ മുൻപെല്ലാം അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പ് സ്നേഹമായിരിക്കാം നിങ്ങളുടെ. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ തന്നെ ആകെ മനസ്സൊക്കെ ഇങ്ങനെ ഒരു മരവിച്ച സ്ഥിതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം വിളിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അത് അത്രത്തോളം മാനസികമായിട്ട് അത് ബാധിക്കും. അത് നിങ്ങളായാലും ആ വ്യക്തിയായാലും ഒരുപാട് ബാധിക്കും അത്. പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഇല്ലെന്നാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെ ആ ഒരു വിഷമത്തിലല്ല ആൾ, അതായത് ആ ഒരു ഫീലിങ്സിലല്ല ആൾ. എന്നാൽ നിങ്ങളാണെങ്കിൽ ദേഷ്യത്തിലും, നിങ്ങൾക്ക് ആ വ്യക്തി വിളിക്കുന്നില്ല, ആളെ വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല, ആൾക്ക് അങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ദേഷ്യം ഒക്കെ ഉണ്ട്. ചില സാഹചര്യത്തിൽ പറയാൻ നിങ്ങൾ വഴക്കിടുന്നുണ്ടാവാം. അവരെ വിളിച്ചിട്ട് നിങ്ങൾ നല്ലപോലെ വഴക്കിലായിരിക്കാം ഇത് അവസാനിക്കുന്നത്. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇത് വഴക്കിലായിരിക്കും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് അതായിരിക്കാം നിങ്ങളുടെ സ്ഥിതി. സംസാരിക്കും തുടക്കം, പിന്നെ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കാം നിങ്ങളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കാം. എന്താ ഇത്, നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാതിരിക്കുന്ന സമയത്ത്, ആളുടെ ഒരു ഫീലൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വിളിക്കും. അത് പിന്നീട് അത് വലിയൊരു വഴക്കിലേക്ക് അവസാനിക്കും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ദേഷ്യമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. വിലോ ഫോർച്യൂണാണ്. എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. മെജിഷ്യനാണ്. അതായത് ഫീലിങ്സ് നോക്കുന്ന സമയത്ത്, നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് എല്ലാത്തിനൊരു സമയപരിധി, അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് അവർക്ക്. അവരുടെ സമയം, അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെയാണ് അവർ. അതായത് അവർക്ക് സമയം കിട്ടുന്ന സമയത്താണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അവർ ചിന്തിക്കുന്നത്. അവരുടെ സമയം നല്ലതായാൽ അവരുടെ സമയത്തിനനുസരിച്ച് ഇവർ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സമയം അവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് തന്നെ അത് ബാധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ സമയം നല്ലതായാൽ അവർ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ മൊത്തം പ്രശ്നമായിരിക്കാം. കാരണം ഈ വ്യക്തി മിണ്ടൂല. ചിലപ്പോൾ അവർ സൈലൻ്റ് ആകുന്നത് നിങ്ങൾക്കത് താങ്ങാനാവുന്നുണ്ടാവില്ല. അവർ ചില നേരത്ത് സൈലൻ്റായിട്ട് നിൽക്കുക, സൈലൻ്റായിട്ട് ഫോൺ എടുക്കാതിരിക്കുക, സൈലൻ്റായിട്ട് സംസാരിച്ചാലും മിണ്ടാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു വിലർ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു സമയം ശരിയല്ലെങ്കിൽ അവർ അതുപോലെ ശരിയല്ലാത്ത രീതിയിൽ, അപ്പോൾ
നിങ്ങളോടുള്ള ഫീലിങ്സും അങ്ങനെ തന്നെയാണ്. അവരുടെ മൂഡ് അനുസരിച്ചാണ്. അതായത് അവർക്ക് എപ്പോഴാണോ മൂഡ്, എപ്പോഴാണോ നല്ല ടൈം, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് കൂടുതൽ അടുക്കും. അല്ലാത്ത സമയത്ത് സൈലൻ്റ് ആവും. ആ ഒരു സ്ഥിതിയിലാണ്. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള സമയത്ത് അവർക്കറിയാം. നിങ്ങളുടെ മനസ്സിലെന്നും അവർ തന്നെയാണെന്നുള്ളത് ഈ വ്യക്തിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങളെ അങ്ങനെ ഒഴിവാക്കില്ല, നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ. പിന്നെ വന്നിരിക്കുന്ന മെജീഷ്യനാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് എന്തും നേടിയെടുക്കാനുള്ള ഒരു അത്രയും മറ്റുള്ളവരിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. എന്നുവെച്ചാൽ ആര് കണ്ടാലും വേഗം ഒന്ന് അട്രാക്റ്റ് ആയി പോകും വ്യക്തി. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ധൈര്യശാലിയാണ്. എന്തും എന്താ പറയുക, ആൾക്കാരിൽ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. എന്തും നേടിയെടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെയാണ് കാണുന്നത്. മെജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെന്തൊക്കെ അവരുടെ സിറ്റുവേഷൻ ആയാലും ഇടയ്ക്ക് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞില്ല, എല്ലായ്പ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നതല്ല. അത് ഈ വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. 10 ദിവസം ചിലപ്പോൾ നിങ്ങളെ വിളിക്കാതിരിക്കുമായിരിക്കാം. എന്നാലും ആൾക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഒന്നുമില്ല. എന്നാലും ആൾ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നോക്കാം. എത്രയോ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് ഈ വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ചില സാഹചര്യത്തിൽ പറയാം, നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് അതായത് ഫാമിലി നിങ്ങളടുത്ത് ഈ വ്യക്തിയുടെ സ്വഭാവം പറയുന്നുണ്ടാവും. നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള വ്യക്തി നിനക്ക് ശരിയാവുമോ, എന്തിനാണ് നീ ഇങ്ങനെ അവരിൽ ഇങ്ങനെ എന്തിനാണ് നീ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ വീട്ടുകാരോ, ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് നല്ല രീതിയിൽ. അതൊന്നെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകറ്റാനായിട്ട് നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാൻ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ അത് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അത് അവർ അതാണ് ഇതിൽ കാണുന്നതും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ ഫീലിങ്സിൽ ഈ വ്യക്തിക്ക് റിയൂണിയൻ വേണമെന്നൊക്കെ ഉണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, റിയൂണിയൻ വേണം, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് ആൾക്ക്. അതാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളോടുള്ള ചിന്താഗതിയിൽ, അതായത് ആൾ സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ആൾ സ്റ്റക്കാവുന്നുണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യത്തിലൊക്കെ ആൾ സ്റ്റക്കാവുന്നുണ്ട്. ഈ കുതിര കണ്ടോ, നീങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളടുത്ത് വരുന്നില്ല. അതാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആൾക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നു. എന്നാൽ ആൾക്ക് അങ്ങോട്ടേക്ക് വരാണ്ട എന്നാൽ ആൾക്ക് വരണമെന്നുണ്ട്. മനസ്സിൽ നിങ്ങളടുത്തേക്ക് വരണം. എന്തൊക്കെയോ രീതിയിൽ ആളെ അവിടെ പിടിച്ചു നിർത്തും പോലെ സ്റ്റക്കാണ് എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വ്യക്തിനെ ഇയാൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ വ്യക്തിനെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാളിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. എല്ലാ കാര്യത്തിനും ഈ വ്യക്തിയുടെ കൂടെ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരിക്കാം നിങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. എല്ലാ കാര്യത്തിനും ഈ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ അതുപോലെ നിന്നിരുന്നു, അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിരുന്നു, അത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്തിരുന്നു. അതൊക്കെ ഇയാൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ആൾക്കറിയാം നിങ്ങളല്ലാതെ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്നേഹം മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു കാര്യം വരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. പക്ഷെ എന്തൊക്കെയോ രീതിയിൽ ആൾക്കൊരു നിരാശയുണ്ട് കേട്ടോ. ആൾക്കൊരു കുറ്റബോധമുണ്ട്. അപ്പം നിങ്ങളടുത്ത് എന്തോ ഈ വ്യക്തി, ഒരാൾക്ക് കുറ്റബോധം വരണമെങ്കിൽ ആളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു താളപ്പിഴ സംഭവിച്ചിട്ടുണ്ടാവണം.
വെറുതെ ഒരാൾക്ക് കുറ്റബോധം വരത്തില്ലല്ലോ. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കുറ്റബോധമുണ്ട് എന്തായാലും. കേട്ടോ, അവരുടെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ നോ കോൺടാക്റ്റ് ആക്കിയിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി. വെറുതെ ഒരാൾക്ക് കുറ്റബോധം വരത്തില്ലല്ലോ. ആൾക്ക് നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ട് അതാണ് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ 3 ഓഫ് പെൻറ്റിക്കിൾസാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലിയോട്. ഇവിടെ ഇയാൾക്കൊരു കുറ്റബോധം നിങ്ങളുടെ അടുത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെയ്ത തെറ്റിൻ്റെ കാര്യത്തിലായിരിക്കും ആൾക്കൊരു കുറ്റബോധം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടാവും, എന്തോ ഒരു തെറ്റ് ഇയാൾ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടാവും. വെറുതെ ഒരാൾക്കും കുറ്റബോധം വരില്ല. അതാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി കണ്ടോ, ഒരു ട്രാപ്പിലായി പോയതുപോലെ, അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ. വേണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊരാം, പക്ഷെ പറ്റുന്നില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ വേണ്ട, ഇങ്ങനെയെങ്കിലും ഒന്ന് വിട്ട് കളഞ്ഞാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ അത്രയും ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ശരി, എനിക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞേ പറ്റൂ. പക്ഷേ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങളെ, സത്യം പറഞ്ഞാൽ നിങ്ങളെ കെട്ടിയിട്ടതല്ല, അതുപോലെ ആക്കി. നിങ്ങളെ മനസ്സിങ്ങനെ കെട്ടിയിട്ട പോലെയാണ്. ഇയാളിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ആരും തടയാനില്ല, ഈ വ്യക്തി പോലും തടയാനില്ല. എന്നിട്ടും നിങ്ങൾ രക്ഷപ്പെടുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ട്രാപ്പിൽ പെട്ടുകൊണ്ടിരിക്കുക. ഈ വ്യക്തിയിൽ തന്നെ ഇങ്ങനെ അഡിക്റ്റായി നിങ്ങൾക്ക് ഈ ആളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്കായി. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒഴിയണമെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന്. ഇവിടെ ഈ വ്യക്തിയുടെ ചിന്താഗതിയിൽ എന്താണെന്ന് അറിയാം, അവരുടെ ഫീലിങ്സിലെല്ലാം നിങ്ങളോടുള്ള ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ, എപ്പോൾ ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിച്ചാലും, അതായത് അവരുടെ മൂഡ് അനുസരിച്ച്, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, സമയം എല്ലാം അവർക്ക് അവരുടേതായ സമയവും കാര്യങ്ങളും. അവർക്ക് മോശ സമയമാണെങ്കിൽ അത് ഈ ഒരു ബന്ധത്തിനെ അത് നല്ല പോലെ കാണും. അതുപോലെ തന്നെ അവരുടെ മൂഡ് അനുസരിച്ച് അവരെപ്പോൾ വന്നാലും നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ ആ ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. നിങ്ങളെന്നും അവരുടെ ഉള്ളം കയ്യിൽ, ആ കൈവെള്ളയിൽ നിങ്ങൾ എന്താ പറയുക, അതിൽ നിന്ന് പുറത്ത് കിടക്കില്ല. നിങ്ങൾ അവർക്കുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോവില്ല എന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. ഇതാണ് ഇയാൾ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇത് നല്ല ബോധ്യമുണ്ട് കേട്ടോ, നല്ല വിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. അതായത് നിങ്ങൾ ഈ വ്യക്തിനെ ഒരിക്കലും വിടില്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയോ തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം. എന്ത് വഴക്കിട്ടാലും നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. അതാണ് കാണുന്നത്. ഇവിടെ 8 കപ്സിൻ്റെ എനർജി. സത്യം പറഞ്ഞാൽ ഈ വ്യക്തി ഇതൊക്കെ കണ്ട്, അതായത് നിങ്ങളുടെ സ്നേഹത്തെ പോലും ഈ ഒരു സമയത്ത് അപ്പോൾ ഇവിടെ എനിക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്. ഈ വ്യക്തി ഇറങ്ങിപ്പോയതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇത്രയും ഒരു വൈഫ് ഹസ്ബൻഡ് എന്ന നിലയിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഡബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി വരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കുറേ നാളായിട്ട് ഇത് കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കല്ല, ഇത് ജനറലാണ്. അപ്പോൾ കുറച്ച് പേരുടെ സിറ്റുവേഷനാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഈ വ്യക്തി തീർത്തും വരാതിരിക്കുന്നുണ്ട്, നോ കോണ്ടാക്റ്റ് ആണ്, തീർത്തും ആൾ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നുണ്ടാവും, ഇടയ്ക്കൊന്ന് വന്ന് ആൾക്ക്, കാരണം ആൾക്ക് നിങ്ങളെ വിടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആളുടെ മൂഡ് അനുസരിച്ച് ആൾ വരും പോവും. പക്ഷെ നിങ്ങളാണെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയി, എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആൾ വരുമ്പോൾ നിങ്ങൾക്ക് ആളുടെ കൂടെ നിൽക്കാതിരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ വഴക്കിടുന്നുണ്ടാവും ആ സമയത്ത്. എനിക്ക് കാണുന്നുണ്ട് ആ കിങ് ഓഫ് ഷോട്ട്സ് ആണ്, വഴക്കുണ്ടാക്കുന്നുണ്ടാവുക നിങ്ങൾ. ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി. ആൾ നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ കൂടെ നിന്നു. ഒരു വൈഫിനെ പോലെ, ഒരു ഹസ്ബൻഡിനെ പോലെ നിങ്ങൾ നിന്നിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ആയിരുന്നു. നിങ്ങൾ അത്രത്തോളം നല്ലൊരു ആളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു, എല്ലാ കാര്യവും നിറവേറ്റി കൊടുത്തു.
കാരണം ഈ വ്യക്തിയെ അങ്ങനെയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷൻ, ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ആരോടും തോന്നാത്ത എന്തോ ഒരു ഫീലാണ്, എന്തോ ഒരു എനർജിയാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഭയങ്കര എനർജി ആയിരിക്കും അല്ലേ ഈ വ്യക്തി. കാരണം മെജീഷ്യനാണ് ഈ വ്യക്തി. കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും. വല്ലാത്തൊരു എന്തോ ഒരു എനർജി ആയിരിക്കും, എന്തോ ഒരു ഹാപ്പിനെസ് ആയിരിക്കാം നിങ്ങൾക്ക് അടുത്തുണ്ടാകുന്ന സമയത്ത്. പക്ഷേ ഈ വ്യക്തി ഇവിടെ മനസ്സിലാവുന്ന കാര്യം, എങ്ങനെയായാലും ശരി ഈ വ്യക്തി നിങ്ങളെ ഒഴിവാക്കി പോയതായിട്ടാണ് എനിക്കിവിടെ ഈ കാർഡ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് കേട്ടോ, ബാക്കിയുള്ളവർക്ക് ഇത് തന്നെയാണ്. ആൾ നേരെ നിൽക്കത്തില്ല. നിങ്ങൾ ഡെയിലി നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവുക, അങ്ങോട്ട് വിളിച്ച് ആളെ വഴക്കുണ്ടാക്കുന്നുണ്ടാവുക, വലിയ വഴക്കിൽ അവസാനിക്കുന്നുണ്ടാവുക. എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം. ഇതിൽ നിന്ന് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ വ്യക്തിയുടെ ഒരു എനർജി വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നേരെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിയുടെ എനർജിയിൽ ആൾക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെയാണ്. ഒരാൾക്ക് വെറുതെ ഇവിടെ കാണുന്നുണ്ട്, കുറ്റബോധമുണ്ട്. ആൾക്ക് ഡബിളാണ് വന്നിരിക്കുന്നത്. ഏതോ ഒരു കണക്ഷൻ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കൂടാതെ. മെയിനായിട്ട് അതാ കാണുന്നത് കേട്ടോ. നിങ്ങളാണെങ്കിൽ ഈ ട്രാപ്പിനകത്ത് പെട്ടുപോയൊരവസ്ഥ, അതും വളരെ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അതിൽ കുറച്ച് വിഭാഗം മാത്രമാണ് വേറൊരു സിറ്റുവേഷനിൽ ആൾ പെട്ടുപോയതായിട്ട്. അല്ലെങ്കിൽ ഫാമിലി കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ജോലി സംബന്ധിച്ചുള്ള കാര്യത്തിലായിരിക്കാം, ഫിനാൻസ് സംബന്ധിച്ച കാര്യത്തിലായിരിക്കാം. അത് വളരെ കുറച്ചാണ്. ബാക്കിയുള്ളവർക്ക് ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഏതോ ഒരു ട്രാപ്പിനകത്ത് ഈ വ്യക്തി പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തതെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര കുറ്റബോധം. നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു കുറ്റബോധം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക. ഇപ്പോൾ ആൾ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് കയറി വഴക്കുണ്ടാക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പറഞ്ഞ് അങ്ങോട്ട് പിന്നെ വഴക്കിലേക്ക് അവസാനിക്കുന്നത്. ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരാൻ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അതിൽ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ആൾ ഫോൺ എടുക്കും, പിന്നെ അത് വഴക്കുണ്ടാക്കി ആൾ ഫോൺ വെക്കും. ഇതാണ് കാണുന്നത്. എന്നാൽ വ്യക്തിക്ക് വേറെ കണക്ഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്, കുറച്ച് പേർക്ക് വേറെ സിറ്റുവേഷനിൽ ഫാമിലി കണക്ഷൻ ആയിരിക്കാം അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിനാൻസ് സംബന്ധമായ ട്രാപ്പിലേക്കെല്ലാം പെട്ടുപോയതായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം ആർക്കൊക്കെ ഇത് കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ഈ റീഡിങ് കണ്ടിട്ട് കുറച്ച് നാളുകളായി നോ കോണ്ടാക്റ്റ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് മാസം എടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിവിടെ. ഇവിടുത്തെ എനർജി എനിക്ക് കിട്ടുന്നത് കുറച്ച് മാസങ്ങളായി. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് മാസങ്ങളായി നിങ്ങളെ വിട്ടിട്ട് പോയി, നിങ്ങളാണെങ്കിലും കാത്തിരിപ്പാണ് എന്നൊക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എനർജി അങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. ലെറ്റർ എഫ് ആണ്. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. റെഡ് കളർ, വൈറ്റ് കളർ, ലോങ് ഹെയർ, കൊല്ലം, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ഡബ്ല്യു ഫെബ്രുവരി, എല്ലാണ്, ലെറ്റർ എല്ലാണ്. ലെറ്റർ യു ഉത്രം, ലെറ്റർ എച്ച്. വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടാകാം. ആ സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത്. യെല്ലോ കളർ, പത്തനംതിട്ട, പൂരം നക്ഷത്രം, ബ്ലൂ ബട്ടർഫ്ലൈസ്. ലെറ്റർ എ ആണ്. പൂയം നക്ഷത്രം, മകം നക്ഷത്രം. ആർട്ടിസ്റ്റ് ആയിരിക്കാം. സെപ്റ്റംബർ മാസം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ക്യൂ ആണ്, ലെറ്റർ ക്യൂ. യെല്ലോ ഒന്ന് വായിക്കട്ടെ. ലോയർ ആയിരിക്കാം. ലെറ്റർ പി ആണ്. ബ്ലാക്ക് കളർ. ജെ ആണ്, ലെറ്റർ ജെ. 11 നിങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ടാകാം. റീയൂണിയൻ ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. അത്തം നക്ഷത്രം, നവംബർ മാസം. അപ്പോൾ നിങ്ങൾ റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും, മാത്രം കുറച്ച് സമയമെടുക്കും കേട്ടോ. നമുക്ക് അത് പറയാൻ കാരണം കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അത് സ്റ്റെക്ക് എനർജിയാണ്. പോരാത്തതിന് 8 ഓഫ് കപ്സ് എനർജി
പോരാത്തതിന് ഡബിൾ എനർജി ഇതൊക്കെ വന്നതുകൊണ്ട് വരും, റിയൂണിയനൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ആളുടെ മൈൻഡ് അനുസരിച്ച്, അതായത് വീൽ ഓഫ് ഫോർച്യൂണാണ്, ആളുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും അത്. ആൾക്കൊരു മൂഡ് തോന്നണം, അല്ലെങ്കിൽ ആളുടെ സിറ്റുവേഷനിൽ എപ്പോഴാണോ ആൾക്ക് നിങ്ങളോടുള്ള ആ ഫീലിങ്സ് ഏറ്റവും കൂടുന്നത് ആ സമയത്ത് റിയൂണിയനൊക്കെ ഉണ്ടാവും. അതാണ് മെയിൻ കേട്ടോ. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. അപ്പോൾ കണക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്